നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിലെ രണ്ടാമത്തെ ഐറ്റമാണ് വെള്ളപ്പം. കഴിഞ്ഞ ദിവസം നമ്മൾ ദോശയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ദോശ ഇഡ്ഡലിയുടെ ബാറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും ജസ്റ്റ് ആ കൂട്ടുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശരിയാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ദോശയുടെ ഇഡ്ഡലിയുടെയും ബാറ്ററാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളപ്പത്തിൻ്റെ ബാറ്റർ, വെള്ളപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതും കൂടെ പറയാം. ഓക്കെ, നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം, ഓട്ട പോലെ നമുക്ക് അതിൽ കാണാനും പറ്റും. അതിന് അത്യാവശ്യം ക്രിസ്പി ആയിട്ടുള്ള ഒരു വെള്ളപ്പം, ആ വെള്ളപ്പമാണ് നമ്മൾ പറയുന്നത്. ചായക്കടയിലത്തെ സെയിം റെസിപ്പി. നമുക്കിതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം കേട്ടോ. ആദ്യം വേണ്ടത് പച്ചരിയാണ്. പച്ചരിയാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ ചോറുണ്ടാവില്ലേ, അത് ബാക്കിയുള്ള ചോറ് ഉണ്ടാവുമല്ലോ എന്തായാലും, വൈകുന്നേരം ആകുമ്പോൾ അത് മതി. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. പിന്നെ നമുക്ക് പഞ്ചസാര വേണം ആവശ്യത്തിന് ഇടാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പും ചേർക്കും അവസാനം ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇത്രയാണ് ആവശ്യമുള്ളത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചരി എടുത്തിട്ട് വെള്ളത്തിലിടാം. വെള്ളത്തെ കുതിർത്താനിടുമല്ലോ നമ്മൾ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു 10:30-11 മണി ആ സമയത്ത് കാലത്ത് നമുക്ക് കുതിർത്താനിടാം. കുറച്ച് ലൈറ്റ് ആയാലും കുഴപ്പമില്ല, എന്നാലും ഒരുപാട് ലൈറ്റ് ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അരി എടുത്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിന്, ഇപ്പോൾ 1 ഗ്ലാസ്സാണ് എടുക്കണമെങ്കിൽ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് ഒക്കെ മാക്സിമം മതി കേട്ടോ ഒരു ഫാമിലിക്ക്. അതെടുത്തിട്ട് നമ്മൾ അരി കുതിർത്താനായിട്ട് ഇടാം. ഇപ്പോൾ റേഷൻ്റെ അരിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചെള്ളൊക്കെ കളഞ്ഞിട്ട് ഇടാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി, അപ്പോൾ അത് ചത്തുപൊക്കോളും. കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെച്ചാലേ, അല്ലെങ്കിൽ പിന്നെ സാധാരണ അരി ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ഇന്നത് വേണമെന്ന് നിർബന്ധമില്ല. അരി കുതിർത്താനിടാം. നമ്മൾ കൂട്ട് തയ്യാറാക്കുന്നത് വൈകുന്നേരമാണ്. കാലത്ത് ഇത് കുതിർത്താനിടാണ് വേണ്ടത്. അപ്പോൾ 1.5 ഗ്ലാസ് ആണെങ്കിൽ 1.5 ഗ്ലാസ് ഇടാം. ഓക്കെ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ 1 മുറിയുടെ തേങ്ങ എടുത്തിട്ട് നമുക്ക് ചെരുകാൻ തുടങ്ങാം. അത് ഫുള്ള് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. 1 മുറി തേങ്ങ ഫുള്ള് വേണ്ട. അതിൻ്റെ ഒരു 1/4 ഭാഗം, 1 മുറി എന്ന് പറഞ്ഞാൽ അറിയാലോ, നിങ്ങൾ അതിൽ കാണുന്നില്ലേ ഉടച്ച് വെച്ചിരിക്കുന്ന ഒരു ഹാഫ്, അതാണ് നമ്മൾ 1 മുറി ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ഫുള്ള് വേണമെന്ന് നിർബന്ധമില്ല. ഏകദേശം അതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് ചെരുകിയെടുക്കാം. അരി ഒരു കപ്പ്, 1 കപ്പിൻ്റെ ഉള്ള കണക്ക് പറയാം. 1 കപ്പാണെങ്കിൽ ഇതൊരു 1/4 തേങ്ങ അത്രയും എടുക്കാം നമുക്ക്. 1/4 എന്ന് പറഞ്ഞാൽ ഫുൾ 1/4 തേങ്ങയല്ല, ആ മുറിയുടെ ഒരു 1/4 ഭാഗം, അതാണ് ഉദ്ദേശിച്ചത്. അത്രയും എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ചോറാണ്. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചോറ് എടുത്താൽ മതി. അത് അത്യാവശ്യം എടുക്കണം കേട്ടോ, നല്ലൊരു പിടി. അതിനേക്കാളും കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. തീരെ 1 സ്പൂണ് 2 സ്പൂണൊന്നും എടുത്തിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ലൊരു വലിയൊരു പിടി, നമ്മുടെ ഫുൾ കയ്യിൽ കൊള്ളുന്ന പിടി, അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുക്കണം എന്നാണ്. ഞങ്ങളൊക്കെ കുറച്ച് അധികം ചോറിടാറുണ്ട് വീട്ടിൽ ചെയ്യുമ്പോൾ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം 2 പിടി വേണ്ട, 1 പിടിയും പിന്നെ കുറച്ചും കൂടെ എടുത്തോളൂ കേട്ടോ. 1 ഗ്ലാസ് തന്നെയുള്ള കണക്കാണ്. അപ്പോൾ നമ്മൾ നല്ലോണം 1 പിടിയാട്ടം കൂടുതൽ തന്നെ എടുക്കാം കേട്ടോ ചോറ്. കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈസ്റ്റാണ് വേണ്ടത്. നമുക്ക് 10 രൂപയുടെ ചെറിയ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വാങ്ങിച്ചാൽ മതി. അതിൽ നിന്ന് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ, കുറേയൊന്നും വേണ്ട. 1 നുള്ളി ഈസ്റ്റ്, കൈ കൊണ്ട് നമ്മൾ നുള്ളി ഇടില്ലേ, ഉള്ളിയുടെ കുറച്ച് 1-2 നുള്ളി ഈസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ പഞ്ചസാര നമുക്ക് ആവശ്യത്തിന്, അതും കുറേയൊന്നും ഇടണ്ട, 1-2 സ്പൂൺ അത്രയ്ക്ക് തന്നെ ആവശ്യമുള്ളൂ കേട്ടോ. പഞ്ചസാര ആവശ്യത്തിന് ഇടാം. ഒരുപാട് പഞ്ചസാരയൊക്കെ അതിന് വേറൊരു പ്രശ്നമുണ്ട്, ഒട്ടിപ്പിടിക്കും, ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും. പഞ്ചസാര ആവശ്യത്തിന് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഉപ്പ് ചെറുതായിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഭയങ്കര ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ അധികം കയറി വരണ്ട, ഉപ്പ് ചെറുതായിട്ട് ഇട്ടാൽ മതി. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്, സാധനങ്ങൾ ഒരുക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ബേസ് പറയാനായിട്ട്. ഇത്രയും നമുക്ക് മാവ് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയാം. നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ്സിനായിട്ട് കുറച്ചും കൂടെ കൂടുതൽ വേണ്ടി വരുന്നുണ്ട് ഒരു ഫാമിലിക്ക് ചിലപ്പോൾ. അപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തത്. പച്ചരിയാണ് എടുക്കേണ്ടത്. അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു, കാലത്ത് വെള്ളത്തിലിട്ട് വെച്ചു. വൈകുന്നേരമാണ് നമ്മൾ ഒരു 7 മണിയോട് കൂടെ എടുത്ത് അരച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ കാലത്തേക്ക് കറക്റ്റ് പാകമാണ്. നമ്മളൊരു 7-8 മണി, അങ്ങനെ ഒരു 7 മണി ആ സമയത്തല്ലേ ഉണ്ടാക്കുക, ആ സമയത്തേക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടും. അപ്പോൾ 1 ഗ്ലാസ് അരി എടുക്കുക. അതുപോലെ തന്നെ 1 മുറിയുടെ ഒരു 1/4 ഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പിടിയാട്ടും കൂടുതൽ ചോറ് ഇട്ടിട്ടുണ്ട്. ഈസ്റ്റ് 1-2 നുള്ള്, പഞ്ചസാര കുറച്ച് ആവശ്യത്തിന്, ഉപ്പ് വളരെ കുറച്ച്. ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അടിക്കുക. നന്നായി തന്നെ അടിച്ചെടുക്കുക കേട്ടോ.
അരി കുതിർന്നില്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ട് ഇടാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുതിരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുതിർന്നില്ലെങ്കിൽ നന്നായിട്ട് അടിഞ്ഞ് കിട്ടില്ല നമുക്കത്. അപ്പം നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. പിന്നെ വെള്ളം ഭയങ്കരമായിട്ട് കട്ടിക്ക് അരയ്ക്കരുത്. നമ്മുടെ ഇഡലിയുടെ കട്ടിയൊന്നും വേണ്ട. ദോശനായിട്ടും കുറച്ചും കൂടെ കട്ടി കുറവാണ് വെള്ളപ്പത്തിൻ്റെ മാവിന് വേണ്ടത്. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ട് എടുത്ത് വെക്കുക. ഇനി പൊന്തി പോകാണ്ടിരിക്കാൻ വേണമെങ്കിൽ അടിയിൽ വലിയൊരു പാത്രം വെക്കും ചെയ്യാം നമുക്ക്. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് എണീറ്റ് ഉണ്ടാക്കാം. ഇപ്പോഴത്തെ വെള്ളപ്പം ചട്ടിയൊക്കെ നോൺ സ്റ്റിക്ക് ആണല്ലോ, നമുക്കതിൽ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കോരി ഒഴിച്ചൊന്ന് വെറുതെ വട്ടം ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയേ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൽ കുറച്ചും കൂടെ കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. നമ്മളൊക്കെ എന്നും ഉണ്ടാക്കേണ്ടതല്ലേ, അപ്പോൾ വെറൈറ്റി മാറി മാറി പരീക്ഷിക്കാമല്ലോ. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.